2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഈ സമയത്ത് LDFും UDFും ശക്തമായ പ്രചരണത്തിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ഈ വർഷത്തെ ഭരണം പിടിക്കുക എന്ന് പറയുന്നത്. കാരണം 10 വർഷത്തോളം LDF സർക്കാരായിരുന്നു. ഇനി അവർക്ക് ഒരു അധികാരം കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ സമയത്താണ് രമേശ് ചെന്നിത്തലയെ രംഗത്തേക്ക് ഇറക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. KPCC പ്രസിഡന്റ് ആയിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റ് സാമുദായിക സംഘടനകളോടുള്ള ഒരു ഐക്യമുണ്ട്. അതോടുകൂടി അത് വോട്ട് ബാങ്കായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ രമേശ് ചെന്നിത്തല മുന്നോട്ട് ഇറങ്ങുമ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് നൽകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞാൽ തന്നെ 10 വർഷം പ്രതിപക്ഷത്തിരുന്നു. ഒരു 5 വർഷം കൂടി ഇരിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ വന്നത്. ഇപ്പം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, യാത്രയ്ക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അതിനൊപ്പം ഇപ്പം ക്രിസ്ത്യനെ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഒരു ഐക്യം സമുദായങ്ങളുമായിട്ടുള്ള നല്ല രീതിയിൽ പോകുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ. ഒരു കാലത്ത് നമുക്കറിയാം NSSുമായിട്ട് അകന്നു നിന്നൊരു നേതാവാണ്. പിന്നീട് NSSന്റെ തന്നെ ഒരു പിന്തുണയുടെ തന്നെ അങ്ങനെ പറഞ്ഞ തെറ്റുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വലിയ സപ്പോർട്ട് ലഭിച്ചൊരു നേതാവ് കൂടിയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ VD സതീശൻ നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ സംഘടനകളൊക്കെ ഒരു പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് SNDP മാത്രമല്ല, പിന്നെ NSS ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്നത് കണ്ടു. അതായത് രാഷ്ട്രീയത്തിനെതിരെ രംഗത്ത് വരുന്നത് കണ്ടു. അപ്പം അങ്ങനെ ഒരു അകൽച്ച തോന്നുന്നുണ്ട്. സതീശൻ എന്ന് പറഞ്ഞാൽ എന്നോടാണല്ലോ അകൽച്ച, പ്രശ്നമില്ല, പാർട്ടിയോട് ഇല്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലേക്കാണ് ചെന്നിത്തലയെ പ്രചാരണ സമിതി അധ്യക്ഷനാക്കിയിട്ട് കൊണ്ടുവരുന്നത്, ICC കൊണ്ടുവരുന്നത്, AICC കൊണ്ടുവരുന്നത്. അത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു ചെന്നിത്തലയുടെ അനുഭവ സമൂഹത്ത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നേതാവ് നിലവിൽ സംസ്ഥാന കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും അനുഭവത്തിൻ്റെ സമ്പത്തും അത് ഏറ്റവും വലിയ 2 ഘടകങ്ങളായിട്ട് തന്നെ AICC കാണുന്നുണ്ട്. ആ കാണുന്നതിൻ്റെ ഗുണം തന്നെയാണ് അദ്ദേഹത്തിൽ പോണത്. ഇപ്പോൾ പറഞ്ഞാൽ തന്നെ അദ്ദേഹം വീണ്ടും രംഗത്ത് വരുന്നു എന്ന് പറയുന്നത് തെറ്റുണ്ടാകും. കാരണം പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ടു, അത് മാറ്റി നല്ല നഷ്ടപ്പെട്ട തന്നെയാണ്. അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം മുന്നേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, LDF വീണ്ടും അധികാരത്തിൽ വന്നു. UDF പുറത്തായ സമയത്ത് എല്ലാവരും കരുതിയിരുന്നത് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല തുടരുന്നതാണ്. പിന്നെ ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവ് തുടരും, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരുന്നൊക്കെ പറഞ്ഞ ഘട്ടത്തിലാണ് പെട്ടെന്നാണ് ഒരു മാറ്റം ഉണ്ടായതും പിന്നെ VD സതീശൻ കയറി വരുന്നതും. അന്ന് ചെന്നിത്തല പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാറ്റി രീതി ശരിയായില്ല, എന്നെ അറിയിക്കായിരുന്നു, അതായത് സ്ഥാനമല്ല രീതി, ഡീൽ ചെയ്ത രീതിക്കെതിരെ ഇവർ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാലും അദ്ദേഹം സജീവമായിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവിനെതിരെ പലപ്പോഴും സജീവമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചു കയറി വരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പാഠപുസ്തക വിവാദത്തിൽ ഉൾപ്പെടെ ചെന്നിത്തല തിരിച്ച് കളം പിടിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടാണ്. അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് ചുമതല വലുതും കൊടുത്തിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ സ്ഥലത്ത് കോൺഗ്രസ് ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അദ്ദേഹത്തിന് പ്രാധാന്യം ലഭിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ മുൻനിരയിൽ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ മുൻനിരയിൽ തന്നെയുള്ള നേതാവാണ്, ഒരു മുതിർന്ന നേതാവാണ്. പക്ഷേ മുൻനിരയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ഈ പ്രചാരണ സമിതി അധ്യക്ഷനാക്കിയിട്ട് തിരിച്ചു കൊണ്ടു നിൽക്കുന്നത് ഈ കളം പിടിക്കാൻ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ മറ്റു വോട്ട് ബാങ്കോട് ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ സതീശന് ഉള്ളൊരു നേതൃപാഠം. അത് സതീശൻ ഇപ്പം ഒരു യുവ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. യുവ നേതാവ് എന്നല്ല, ആ രീതിയിൽ അദ്ദേഹത്തിന് യുവാക്കളായിട്ട് ചേർന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം മുൻ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെന്നിത്തലക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നതാണ് ചെന്നിത്തല ഇപ്പോൾ പ്രചാരണ സമിതി അധ്യക്ഷനായി കൊണ്ടുവരുന്നത്. അത് കോൺഗ്രസിന് ഒരു പുതിയൊരു ഊർജ്ജം നൽകും, അല്ലെങ്കിൽ ഒരു പുത്തൻ വൈബ് നൽകുന്ന സംശയമൊന്നുമില്ല. നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് LDF സർക്കാരിനെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. അതായത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് വരുമ്പോൾ ആളുകൾക്ക് ഒരു വികാരം ഉണ്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് എപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവരുടെ ഗ്രൂപ്പിസം. അതായത് നമ്മളിപ്പോ കണ്ടതാണ്, PR വർക്കുകളൊക്കെ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ നേരത്ത് KC വേണുഗോപാൽ രംഗത്തുന്നു, VD സതീശൻ ശക്തമായി എത്തുന്നു, രമേശ് ചെന്നിത്തല ശക്തമായി എത്തുന്നു, അതിനിടയിൽ K സുധാകരൻ രംഗത്തെത്തുന്നു. ഇങ്ങനെ ഇവർക്കിടയിൽ ഈ പോരുകൾ, ആര് മുഖ്യമന്ത്രി ആകും, ശശി തരൂർ രംഗത്തേക്ക് വരുന്നു. അപ്പൊ ഇവരെല്ലാം ഒന്നിപ്പിച്ചു കൊണ്ടുപോയി ഒരു സമവായത്തിലേക്ക് എത്തുക, ഇവരെ എല്ലാവരും അനുനയിപ്പിച്ച് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് പാർട്ടിക്കുള്ളിലെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ, അതുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായങ്ങൾ പുറത്തു പറയുന്നതെന്ന്. അതായത് സംഘടന ശക്തമല്ല, സംഘടനയ്ക്കുള്ളിലെ പോരായ്മകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വെക്കുകയാണ്. അപ്പൊ ഈ ഒരു ഇലക്ഷൻ ജയിച്ചാൽ തന്നെ മുഖ്യമന്ത്രി ആരാകും എന്നതിനുള്ളിൽ തന്നെ ഒരു വലിയ ചർച്ചയ്ക്കും വലിയൊരു വഴക്കിനും വലിയൊരു വാഗ്വാദത്തിനും വഴക്കുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ വർഷം പ്രതിപക്ഷ നേതാവ് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് നോക്കിയാൽ പ്രതിപക്ഷ നേതാവായിട്ട് ചെന്നിത്തല കരുതിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഉമ്മൻചാണ്ടി ചെന്നിത്തല ഏകദേശം ഒരു ധാരണ അങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഗ്രൂപ്പുകളും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ചെന്നിത്തല തുടരുന്നായിരുന്നു. പക്ഷേ ആ സമയത്താണ് സതീശൻ വന്നിരുന്നതും പിന്നെ MLA-മാരെയൊക്കെ ആകർഷിക്കുന്നതൊക്കെ. ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ടി അന്ന് ഒരു വലിയൊരു വടംവലി നമ്മൾ കണ്ടാണ്. അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി മാത്രമേ, മുഖ്യമന്ത്രിക്ക് വേണ്ടി പറഞ്ഞ 3-4 പേരുകൾ എന്തായാലും രംഗത്തുണ്ടാകും, സംശയമില്ല. അത് മാധ്യമങ്ങൾക്ക് നല്ല ടൈമായിരിക്കും, നല്ല വാർത്തകൾ വരുന്ന ടൈമായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, കോൺഗ്രസിന് ഇപ്പം പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്തല്ല, പാർട്ടിക്ക് പുറത്താണ് അഭിപ്രായ പ്രകടനങ്ങൾ
കൂടുതലായിട്ടും വരുന്നത്. ഓരോ വകുപ്പുകൾക്കും വേണ്ടി നമ്മൾ ഈ അടിപിടി എന്തായാലും കാണേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കരുത്തും ഈ ഗ്രൂപ്പീസാണ്. ഈ നമ്മൾ പലപ്പോഴും അതാണ് തിരിച്ചടി എന്നൊക്കെ പറയുമെങ്കിൽ കോൺഗ്രസിന്റെ കരുത്തായിട്ടാണ് ഗ്രൂപ്പ്സിനെ കണ്ടത്. ഗ്രൂപ്പുകളുടെ തമ്മിൽ ആ രണ്ട് ഗ്രൂപ്പുകൾ ശക്തമായി നിൽക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പുകൾക്ക് പിന്നെ ഓരോ വിഭാഗത്തിന് കൊടുക്കുന്ന പരിഗണന, ഈ സമുദായമായാലും അല്ലെങ്കിലും യുവാക്കൾക്കായാലും സ്ത്രീകൾക്കായാലും അങ്ങനെ കൊടുക്കുന്ന പരിഗണനയൊക്കെ വരുന്നതും അതിൻ്റെ രണ്ടും കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാറുണ്ട്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷൻ ആകുമ്പോഴേക്ക് ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ ആ രണ്ട് ഗ്രൂപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും കാലുവാറിലില്ലെന്നും പറയുന്നില്ല, അതെന്തായാലും അത് ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ എങ്കിൽ കൂടി കോൺഗ്രസിനെ കരുത്തായി കൊണ്ടുപോകുന്നത് ഈ ഗ്രൂപ്പിസം തന്നെയാണ്. അതിൽ ഇപ്പം പറഞ്ഞ പോലെ ഈ ചെന്നിത്തലയുടെ തിരിച്ചറിവ്, അതിലിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഉപാധ്യക്ഷനായിട്ട് പിന്നെ ശശി തരൂർ നിയമിച്ചിട്ടുണ്ട്, കൺവീനറായിട്ട് ഷാഫി പറമ്പിൽ പിന്നെ നിയമിച്ചിട്ടുണ്ട്. ഈ 3 പേരാണ് ഇതിൻ്റെ ഏറ്റവും ഈ 10 അംഗ സമിതിയിൽ വരുന്നത്. അപ്പോൾ ചെന്നിത്തല വരുമ്പോൾ തന്നെ ഈ ഗ്രൂപ്പ് എന്നുള്ളത് ഇപ്പം എയും ഐയും ഗ്രൂപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ഗ്രൂപ്പുകളുണ്ട്. ആ നേതാക്കൾ പല സ്ഥലത്തായി ഇപ്പം പറഞ്ഞ പോലെ KC വേണുഗോപാൽ പക്ഷേ ഉണ്ടായിരുന്നു. സുധാകരൻ ഇപ്പം ഏകദേശം പിന്നെ സൈഡാക്കി തന്നെ പറയേണ്ടി വരും. കാരണം സുധാകരന് പകരം ഈ സണ്ണി ജോസഫിനെ സണ്ണി വക്കീലെ കൊണ്ടുവന്ന് സുധാകരൻ ഒരു നോമിനി എന്ന നിലയിലാണ് അവർ കൊണ്ടുവന്ന് വെച്ചത്. പക്ഷെ അതിൽ തന്നെ സുധാകരൻ മാറ്റുമ്പോൾ തന്നെ ആ ഗ്രൂപ്പിൻ്റെ ഒരു സുധാകരൻ അവിടെ അവസാനിക്കുകയാണ്. സാസു കൂട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു, സതീശൻ സുധാകരൻ കൂട്ടിയിട്ടതിനെ. ആ കൂട്ടുകെട്ടിൻ്റെ അവർ തെരഞ്ഞെടുപ്പുകളൊക്കെ നന്നായി നേരിട്ടിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് സിറ്റിംഗ് സീറ്റുകളാണെങ്കിൽ കൂടി ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് സുധാകരൻ എന്തായാലും മാറ്റി ഈ ഇലക്ഷൻ ആകുമ്പോഴേക്ക് സുധാകരൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള പിന്നെ ആ ഒരു വെല്ലുവിളി ഒരു വിഭാഗം അങ്ങ് ഒതുക്കി എന്ന് പറയാം. പിന്നെ KC വേണുഗോപാൽ വരുന്നത്. ഇപ്പം ഈ ഏതൊക്കെ ഗ്രൂപ്പുകൾ എങ്ങനെയൊക്കെ തലകുത്തി മറിച്ചാലും KC വേണുഗോപാൽ ചിലപ്പോൾ കരുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ റോൾ ഇപ്പം പാർട്ടിയിൽ മറ്റാർക്കും ഇല്ല. പക്ഷേ പിന്നെ KC വേണുഗോപാൽ അതിന് തയ്യാറാവും തോന്നുന്നു. നിലവിലെ സാഹചര്യത്തിൽ നിൽക്കുന്നൊന്നുമില്ല. ഒന്ന് ഭരണം ഉറപ്പില്ല. ഭരണം ഉറപ്പായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെ ആര് വന്നാലും പിന്നെ നയിക്കാൻ വേണ്ടി എത്തിയാണ്. നിലവിൽ നമുക്കറിയാം ഇപ്പം കോൺഗ്രസിന് പ്രത്യേക ഒരു മുഖ്യമന്ത്രി മുഖമില്ല. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2021 ഉമ്മൻചാണ്ടി അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഐശ്വര്യ കേരള യാത്ര നയിച്ചത് അന്ന് 2021 നയിച്ചത് ചെന്നിത്തലയായിരുന്നു. ഇപ്പം പുതിയ യാത്ര VD സതീശൻ നയിക്കുന്ന പോലെ അത് യാത്ര അങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ വന്നത്. അപ്പം അന്ന് ഉമ്മൻചാണ്ടിക്ക് റോളുണ്ട്, ചെന്നിത്തലക്ക് റോളുണ്ട്. ഇപ്പം ചെന്നിത്തലക്ക് റോൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, സതീശൻ റോളുണ്ട്. സണ്ണി ജോസഫിൻ്റെ റോൾ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ പിന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു ഇതുണ്ട്. കാരണം അദ്ദേഹം ഒരു വലിയൊരു ശക്തിയായിട്ട് മാറുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം മികച്ചൊരു സംഘാടകനാണ്. കണ്ണൂർ ജില്ലയിൽ ഇപ്പം മലയോരത്ത് മാത്രമല്ല, പേരാവൂർന്ന മണ്ഡലത്തിൽ മാത്രമല്ല, അയാൾ കണ്ണൂർ എങ്ങനെ സംഘാടകൻ എങ്ങനെയാണ്, സംഘാടനത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് എങ്ങനെയാണ്, മികവ് എങ്ങനെയാണെന്ന് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൃത്യമായ റോളിലേക്ക് എത്തിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനു മുന്നേ കേട്ട് ചെന്നിത്തലയായാലും അല്ലെങ്കിൽ പിന്നെ സുധാകരനായാലും മറ്റു പേരുകൾ ഏത് പേരുകൾ എടുത്താലും ആ ഒരു കമാൻഡിങ് പവർ ഈ അദ്ദേഹത്തിന് വരുന്നില്ല. അതിപ്പോൾ ഏറ്റവും വലിയ പറഞ്ഞാലും നമുക്ക് സുധാകരന് ശേഷമാണ് സണ്ണി ജോസഫ് വരുന്നത്. സുധാകരൻ്റെ കമാൻഡിങ് പവർ എന്തായാലും സണ്ണി ജോസഫ് ഇപ്പം നിലവിൽ ഇപ്പം കോൺഗ്രസ് ആർക്കും അങ്ങനെ ഉണ്ടാവാനില്ല. അത് പിന്നെ ഒരു അടിക്ക് തിരിച്ചടി എന്ന് പറയുന്ന ലൈനായാലും അക്രമത്തിൻ്റെ എങ്ങനെ പിന്നെ പല്ലിന് പല്ല് കണ്ണില്ല ഒരു ലൈനായി സുധാകരൻ. അത് പണ്ട് എങ്ങനെയായിരുന്നു അത് തന്നെയാണ് സുധാകരൻ ഇപ്പോഴും. ആ ലൈൻ എന്തായാലും സണ്ണി ജോസഫിന് എത്താൻ വേണ്ടി പറ്റില്ല. അതാണ് അദ്ദേഹത്തിന് ഒരു ലീഡർ ഉണ്ടോ, ഒരു KPC പ്രസിഡന്റ് ഉണ്ടോ സംശയം എന്ന് ഇത് വെക്കുന്നത്. അദ്ദേഹത്തിന്റെ പോരായ്മ അല്ല, അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നയാളൊരു കമാൻഡിങ് പവർ കൊണ്ട് അങ്ങനെ വരുന്നതാണ്. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ ഏത് പേരുകൾ ഇപ്പം സണ്ണി ജോസഫ് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വരുന്ന എനിക്ക് തോന്നുന്നു. അദ്ദേഹം മത്സരിക്കും ഉറപ്പാണ്. ഒരു നല്ല വകുപ്പും ലഭിച്ചേക്കാം ഭരണം കിട്ടിയാൽ. ഭരണം കിട്ടിയാലാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും അത് നോക്കണേ. കിട്ടിയാൽ ചിലപ്പോൾ വന്നേക്കാം. അതിന് ഈ പിന്നാലെ ഈ ചെന്നിത്തല, സതീശൻ ഈ പേരുകൾ എന്തായാലും ഉണ്ടാവും. അതിനൊപ്പം തന്നെ ഇപ്പോൾ സമുദായത്തിൻ്റെ മറ്റു ഇതും പറഞ്ഞ് വേറെ ഏതൊക്കെ നേതാക്കളുടെ പേര് വരുമ്പോൾ ഇന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. KC വേണുഗോപാലിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇപ്പം ഭരണം കിട്ടിയത് മാത്രമേ ഈ പറഞ്ഞ പോലെ തന്നെ സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം എങ്ങനെയാണോ നേടിയെടുത്തത് അതുപോലെ തന്നെ ചെന്നിത്തലക്കും സതീശനും എല്ലാവർക്കും അവസരം ഉണ്ടാവും. അത് രണ്ടാമത് നടക്കുന്ന ഘടകമാണ്. പക്ഷേ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി കൃത്യമായിട്ട് എല്ലാവരും സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ ചെന്നിത്തലക്ക് പറ്റുന്നത് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ ഗ്രൂപ്പുകളുടെ ആ ഗ്രൂപ്പുകളുടെ ഇപ്പോൾ പറഞ്ഞ നമ്മൾ പഴയ കുറേ പുലികളുണ്ട്. ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്ന, ചെന്നിത്തലക്കൊപ്പം ഉണ്ടായിരുന്ന അവർ പലപ്പോഴും പല വഴിക്ക് പിരിഞ്ഞിട്ടുണ്ട്. യുവ നേതാക്കൾക്കൊപ്പം പോയിട്ടുണ്ട്, KC വേണുഗോപാൽ പോയിട്ടുണ്ട്, സതീശന് പരോക്ഷ പിന്തുണ വെച്ചിട്ടുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടക്കിടക്ക് അവരുടെ ഗ്രൂപ്പിസത്തിൻ്റെ ആ കൂറ് കാണിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇവരെയൊക്കെ ഇതാക്കി വരുമ്പോൾ എന്തായാലും സതീശനും സംഘവും ഒരു വൈബിലങ്ങ് പോകുന്നുണ്ട്. ഒരു യുവ ടീം എന്ന് പറഞ്ഞങ്ങ് പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഉറങ്ങിയിരിക്കുന്നവരെ ഉണർത്താനുള്ള പരിപാടിയാണ് ചെന്നിത്തല കൊടുത്ത റോള്. ചെന്നിത്തലക്ക് പരിഗണന കിട്ടുന്നു വരുമ്പോൾ അവരൊക്കെ വീണ്ടും സജീവമാകും. അങ്ങനെ വന്നാൽ ഈ രണ്ട് ഘടകങ്ങളും ചേർന്ന് വന്നാൽ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയുള്ളൂ. ഈ പറഞ്ഞ 100-ലധികം സീറ്റ് അതൊന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കും തോന്നുന്നില്ല. ഒരു പ്രചാരണ യുദ്ധം മാത്രമായിരിക്കും. മറിച്ച് LDFിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. 100-110 ഇവർ 100 പറഞ്ഞപ്പോൾ 110 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്ര വലിയ മെജോറിറ്റിയിലേക്ക് പോകുന്ന അറിയില്ല. പക്ഷേ ഇവരങ്ങനെ പറഞ്ഞതിന് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഈ എല്ലാ ഘടകങ്ങളും ഒത്തിണക്കാൻ വേണ്ടി തന്നെയാണ് ചെന്നിത്തല കൊണ്ടുവന്നത്. അത് നല്ല പാർട്ടി ഗുണം ചെയ്യുന്നു, സംശയമില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ റോൾ എന്തായിരിക്കുന്നത്. നമുക്കറിയാം VD സതീശന് ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള അല്ലെങ്കിൽ കുറിക്കുകൊള്ളുന്ന പോലെ മറുപടികളൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളാണ്. പക്ഷേ രമേശ് ചെന്നിത്തല കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകുന്നതാണ്.
എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തെ, അങ്ങനെ പറയാം. പക്ഷെ വി ഡി സതീശൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്ന സമയത്ത് ആരാണ് വി ഡി സതീശൻ എന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്ര പരിചിതമായ ഒരു പേരായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോമൺ പീപ്പിളുടെ അതങ്ങനെ ആയിരിക്കാം. പക്ഷെ സതീശൻ ആരായിരുന്നു അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ സാധാരണക്കാർക്ക് ഇദ്ദേഹം എങ്ങനെ പ്രതിപക്ഷ നേതാവ് സംശയം ഉണ്ടാകും. സമയത്ത് അങ്ങനെ ഒരു ചർച്ചകളൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞ ചെന്നിത്തല, ഉമ്മൻചാണ്ടി ഈ രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. അതിന് പിന്നിൽ തിരുവഞ്ചൂരുണ്ട്, അങ്ങനെ മറ്റു കുറച്ച് നേതാക്കൾ, രണ്ടാം നിര നേതാക്കൾ, ഈ ഗ്രൂപ്പ് നേതാക്കന്മാരൊക്കെ ഒന്നിച്ചുണ്ട്. ആ രണ്ടിലും പെടാണ്ട് നിൽക്കുന്ന ഒരു ഹരിത നേതാവ് എന്നുള്ളൊരു ലെവലൊക്കെ ആയിരുന്നു സതീശൻ നിന്നിരുന്നത്, അല്ലെങ്കിൽ പറവുകാരുടെ ഒരു MLA ആ ലെവല്. അദ്ദേഹം അതിന് മുന്നത്തെ മന്ത്രിസഭയിൽ അംഗമാവേണ്ടതായിരുന്നു, ഉമ്മൻചാണ്ടി മന്ത്രിസഭ അംഗമാവേണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഒരു റോൾ ലഭിച്ചിരുന്നില്ല. അന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എളുപ്പമായിരുന്നു. അതായത് അത്ര വലിയ ശക്തിയായിട്ടൊന്നും വളർന്നിട്ടുണ്ടല്ലോ, ആ ഒരു ഘടകം തന്നെയാണ്. പക്ഷേ ഈ പറയുമ്പോൾ ചെന്നിത്തലയുടെ കേസ് കൃഷി നേരത്തെ പറയുമ്പോഴും പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് നിലയിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം നിരന്തരം ഓരോ ദിവസവും വാർത്താസമ്മേളനത്തിൽ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയായിരുന്നു. പക്ഷെ അത് ആ ആരോപണങ്ങളിലും എവിടെ പോയി എന്നുള്ളത് ഇപ്പം ബാക്കിയുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി ചോദിച്ചപ്പം പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ ആണെന്ന് ഒരു ചിരിയിൽ ഒതുക്കിയായിരുന്നു, ഒരു ചിരിയിൽ. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയുന്നത് അവർ തന്നെ പറയുന്നുള്ളതെന്ന് പറഞ്ഞാണ്. കാരണം അദ്ദേഹം വിഷയം ഉയർത്താൻ അദ്ദേഹം എടുക്കായിരുന്നു. ഓരോ ദിവസവും ഓരോ അഴിമതി ആരോപണങ്ങൾ ഉയർത്താൻ വേണ്ടി പറ്റിയിരുന്നു. പക്ഷെ അത് പിന്നെ ഒന്നുകിൽ ഒരു പത്രവാർത്തയായിരിക്കും, ഒരു ചെറിയ റിപ്പോർട്ടായിരിക്കാം. അതിന് വിഷയത്തിൽ കൃത്യമായി പഠിച്ചാണോ ആ വിഷയങ്ങൾ ഉയർത്തിയിരുന്ന സംശയമാണ്. ചെന്നിത്തല എന്ന നേതാവിനെ ആർക്കും സംശയമില്ല, അദ്ദേഹം വിഷയങ്ങളെ സമീപിക്കുന്നതിൽ വിഷയത്തിലുള്ള അറിവിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ സർക്കാരിന് അഴിമതി ആരോപണം കൊണ്ടുവന്നപ്പം ഒന്നിനു പറയുക ഒന്നായി ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതല്ലാണ്ട് അതിനെ ഒന്നും വിജയത്തിലെത്തിക്കാൻ പറ്റിയ തരത്തിൽ വളരെ സംശയമുണ്ട്. കാരണം അന്ന് നടന്നു ഉയർത്തുന്ന അഴിമതി ആരോപണങ്ങളൊക്കെ ഇപ്പോൾ എടുത്തറിയില്ല. ഇപ്പം ഈ പറഞ്ഞ വി ഡി സതീശൻ്റെ എങ്കിലും ഈ പറഞ്ഞ അദ്ദേഹത്തിന് ആളുകൾ ഇഷ്ടമാണെന്നുള്ളത്. സതീശൻ്റെ ഒരു ഇത് പറയുമ്പോൾ സതീശൻ പിന്നെ ഈ പറഞ്ഞ സുധാകരൻ സതീശന് പറ്റിയൊരു ടീമായിരുന്നു. ഈ പറഞ്ഞത് എന്താ അറ്റാക്ക് ചെയ്യുന്ന രീതിയായിരുന്നു. പിന്നെ ഒന്നൊക്കെ പിണറായിക്ക് പഠിക്കുന്നൊരു നേതാവായിട്ട് നമുക്ക് ഒരു പരിധിയൊക്കെ തോന്നും. പിന്നെ ഒന്ന് കടക്കപ്പുറത്ത് നിന്ന് പിണറായി ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ. സതീശൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളായാലും വയനാട് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അധികം ചർച്ചയായിട്ടില്ല. അത് ഈ പറയുമ്പോൾ CPM എപ്പോഴും കുറ്റം പറഞ്ഞാണ് UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു പിന്നെ പരിരക്ഷ ലഭിക്കുന്നത്. ആ ഒരു പരിരക്ഷ അദ്ദേഹത്തിന് അവോളം ലഭിക്കുന്ന ഒരു നേതാവാണ്, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ. അല്ലെങ്കിൽ ഈ പിണറായിനൊക്കെ ആക്രമിച്ച് പിണറായിയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതി അതിനേക്കാൾ എത്രയോ വലിയ രീതിയിലാണ് പിണറായിക്ക് പഠിക്കുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം വരുന്നത്. ഈ ദാർഷ്ട്യം കാണിക്കുന്നത്, ചോദ്യങ്ങളോട് പുച്ഛിക്കുന്നത്, തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളൊക്കെ വന്നാൽ പുച്ഛിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പേര് നോക്കി തള്ളി പറയുന്നത്, ആ ലെവലിലേക്കാണ് പോകുന്നത്. അപ്പം കോൺഗ്രസിന് യുവാക്കൾക്കിടയിൽ അതൊരു പിന്നെ സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ വേണം, ഇങ്ങനെ മറുപടി കൊടുക്കണം, ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. നേരെ മറിച്ച് ഇപ്പുറം വരുമ്പോൾ അങ്ങനെയല്ലല്ലോ, ഓരോ വിഷയത്തെയും പിന്നെ നമ്മുടെ പാർട്ടിയുടെ ലൈനിൽ അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി ചെന്നിത്തല ഉണ്ടാവും. രണ്ടാണ്. ഈ രണ്ടുപേരും അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിലും അതിൽ പിന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നതിലും പിന്നെ ജയിച്ചിരുന്നു വേണം പറയേണ്ടി വരും. പക്ഷേ അതൊക്കെ ആ അഴിമതി ആരോപണങ്ങൾ എവിടെ എത്തിയെന്നുള്ള ചോദ്യത്തിന് ഇപ്പുറം മറുപടി ഉണ്ടാവും. അതൊന്നും ആയില്ല എന്ന് പറയാൻ ഇവർക്ക് പിന്നെ ഭരണപക്ഷത്തിന് പറ്റും. അത് തന്നെയാണ് ഇവർക്ക് വരുന്ന ഏറ്റവും വലിയ കാര്യമായിട്ടും ബാക്കി കിടക്കുന്ന സാധനം വരുന്നത്. അതുപോലെ അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശനാവുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുമല്ലോ. അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ശക്തമായി നിലപാടെടുത്തിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരു പരിപാടിക്ക് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ നോക്കുന്ന സമയത്ത് മുഖം പോലും കൊടുക്കാതെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതായത് ഒരു കോമൺ ഓഡിയൻസിന്റെ പൾസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായി അതിന് മറുപടി കൊടുത്തു പോകുന്ന ഒരാളായിരുന്നു. അതിനേക്കാൾ മികവിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടി വി ഡി സതീശന് പറ്റിയിരുന്നു. കാരണം ഈ വിഷയത്തിൽ ആദ്യം തൊട്ട് ഇവൻ ചെന്നിത്തല ആദ്യം തള്ളി പറഞ്ഞു അതേപോലത്തെ തള്ളി പറഞ്ഞ നേതാവാണ് വി ഡി സതീശനും. ഈ രണ്ടുപേരും വിഷയം ഉയർന്ന് അതിന്റെ പീക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വികാരം ഉയർന്നു നിൽക്കുന്ന സമയത്ത് ചെന്നിത്തല ആദ്യം തന്നെ ഒരു നിലപാടിൽ ഉറച്ചു വന്നു. പക്ഷേ ആ സമയത്തൊക്കെ സതീശൻ വീണ്ടും തള്ളിപ്പറയുകയാണെന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതൊരു വാദമാണ്. അത് കാരണം ഇത് കൃത്യമായിട്ട് സതീശൻ അറിയാമായിരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന് പാലക്കാട് MLA സീറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഇവർക്ക് അറിയാമായിരുന്നു പിന്നെ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ പിന്നീട് വന്നിരുന്നു. അതൊന്നും പ്രതികരിക്കാതിരുന്നിട്ട് ഇങ്ങനെ ഇത്രയും വലിയ ആരോപണം പിടിക്കപ്പെട്ടപ്പോൾ മാത്രം കൈയൊഴിഞ്ഞു പോകുന്ന നേതാക്കളാണിത്. പക്ഷെ ചെന്നിത്തല അവിടെ കൃത്യമായി നിലപെടുത്തും. ചെന്നിത്തല, മുരളീധരൻ, സതീശൻ ഇവർ 3 പേരായിരുന്നു തള്ളി പറഞ്ഞത്. ഇവർ ഈ പറയുമ്പോൾ ഈ 3 പേരുടെയും ഇവർ അന്നേ മനസ്സിൽ കാണുന്നുണ്ടോ അടുത്ത ഇലക്ഷനൊക്കെ വരുന്ന സാധനമാണ് അങ്ങനെ ഇതായിട്ട് പറയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു അത് അങ്ങനെയാണ് വരുന്നതെന്ന്. ഇവർ ഈ വിഷയത്തിൽ എല്ലാവരും ഒരുപോലെ എടുത്തത് പിന്നെ പ്രതിപക്ഷ അടുത്ത മുഖ്യമന്ത്രി ആരാവുന്ന ചോദ്യത്തിന് അതിനിപ്പം ഒറ്റ മറുപടിയേ ഉള്ളൂ. ആദ്യം അവർ ഭൂരിപക്ഷം തെളിയിക്കട്ടെ. പിന്നെ UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ, മെജോറിറ്റി ലഭിച്ചാൽ മാത്രമാണ്. അങ്ങനെ ലഭിച്ചാൽ തന്നെ ഇപ്പം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ചെന്നിത്തലയാവെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ചെന്നിത്തലയെ മാറ്റി നിർത്തില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചനയാണ് ഹൈക്കമാൻഡ് ഇപ്പം ഒരു പ്രചരണ സമിതി അധ്യക്ഷനായി കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെ അധ്യക്ഷനാക്കി നിർത്തിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി പദവിക്ക് ലഭിക്കാൻ അർഹതയുണ്ടെന്നും പറയാൻ വേണ്ടി പറ്റില്ല. പ്രചരണ സമിതി അധ്യക്ഷനാണ്, പിന്നെ ചെയർമാനാണ്, അത്രയേ ഉള്ളൂ. അത് തന്നെ മറ്റൊരു വരുന്നുണ്ട്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഏത് MLA മാരുടെ സംബന്ധിക്കുന്ന ആർക്ക് ലഭിക്കും അതിൽ മാത്രമേ ഉള്ളൂ. കാരണം
കഴിഞ്ഞ പ്രാവശ്യം ചെന്നിത്തലയും ഉമ്മൻചാണ്ടി കൂടെ നയിച്ചിട്ട് സതീശൻ കയറി പ്രതിപക്ഷ നേതാവായി. ആരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞത് തന്നെ ആരും അങ്ങനെ ഒരു വരവ് പ്രതീക്ഷയില്ല. പെട്ടെന്നാണ് കാര്യങ്ങൾ പറഞ്ഞതും മാറി പറഞ്ഞു വന്നതും. ഇപ്പം ഇനിയും പുതിയൊരു നേതാവിന് വരാൻ ചാൻസ് ഉണ്ട്. അത് ആ ഒരു ജയിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് MLA-മാരെ സ്വാധീനിക്കാൻ ആർക്കാണ് വരുന്നത്, അയാളാവുന്ന പറ്റും കോൺഗ്രസിൻ്റെ ഒരു വിധത്തിൽ. പക്ഷേ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും ഭരണം കിട്ടിയെന്നൊരു സൂചന നമുക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവില്ല, ചെന്നിത്തല ആവുന്നത് ഒരു മുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഈ മുഖമില്ല. ഒരു 5-6 പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആർക്കും ആവാൻ കളിക്കുന്നുണ്ട്. പക്ഷേ ഈ 5-6 പേര് നിൽക്കുമ്പം 5-6 പേര് തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി തങ്ങളുടെ എല്ലാവരും ജയിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്താൽ ഈ പറഞ്ഞ കാര്യം നടക്കും. അതല്ല എനിക്ക് കിട്ടില്ല എന്ന് കരുതിയിട്ട് പിന്നെ ഈ പറഞ്ഞ കാല് വരാനാണ് പരിപാടിയെങ്കിൽ സംശയമൊന്നുമില്ല. ഇപ്പം മുഖ്യമന്ത്രി പിണറായി തുടരുമോ അല്ല വേറെ ആരെങ്കിലും വരുമോ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ട് വീണ്ടും ആവാം. പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന് വനവാസത്തിനേക്ക് വേണ്ടിയും വരും ഭരണം കിട്ടിയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം മാധ്യമങ്ങളുടെ സപ്പോർട്ട് ആയിക്കോട്ടെ, രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രസ്താവനകളായിക്കോട്ടെ, എഴുത്തുകാരുടെ പ്രസ്താവനകളായിക്കോട്ടെ, ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമാണ്. ഇപ്പം പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ 10 വർഷം LDF ഭരിച്ചു, പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്, ധാർഷ്ട്യം പറയുന്നുണ്ട്. ഇത്തരം സാധനങ്ങൾ വന്ന് അതായത് LDF-ന് ഭരണം കിട്ടാത്ത രീതിയിലേക്ക് മീഡിയാസിന്റെ ഒരു സപ്പോർട്ട് കോൺഗ്രസിന് കിട്ടുന്നുണ്ട്, UDF-ന് അനുകൂലമായി തന്നെ കിട്ടുന്നുണ്ട്. അതെല്ലാം അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയാണ്, വിനിയോഗിക്കാൻ പറ്റുകയാണ്. നമ്മൾ കണ്ടാണ് അടുത്തിടെ മുഖ്യമന്ത്രി സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് സംസാരിക്കും സെൽഫി എടുക്കട്ടെ എന്ന്. പക്ഷെ അതിന് ആ പെൺകുട്ടി കൊടുത്ത വിശദീകരണം ഉണ്ടായിരുന്നു, സെൽഫി എടുക്കട്ടെ എന്നുള്ള നിവേദനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു മറുപടി ഉണ്ട്. കഴിഞ്ഞ ദിവസം KK ശൈലജ ടീച്ചർ കൊടുത്ത ഒരു ഇന്റർവ്യൂവിലും ടീച്ചർ പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഇടതുപക്ഷ നേതാക്കൾ ഭയങ്കര ധാർഷ്ട്യക്കാരാണ്, ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നൊരു ഇമേജ് കൊടുക്കുന്നുണ്ട്. അതൊരു പരിധിവരെ ഇപ്പം കുറഞ്ഞിട്ടാണ്. കാരണം ഈ 10 വർഷം മുന്നേ നോക്കാം, അല്ലെങ്കിൽ 10 വർഷം മുന്നേ പാർട്ടി സെക്രട്ടറി ആയി പിണറായി വിജയൻ എത്രത്തോളം ധാർഷ്ട്യക്കാരനായിരുന്നു എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു. അയാൾ ആദ്യം മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത് എന്തൊക്കെ ധാർഷ്ട്യത്തിൻ്റെ ഒരു അയ്യരുകളിയായിരിക്കുന്ന രീതിയിലാണ് സംസാരം വന്നത്. അദ്ദേഹത്തിനുള്ള ആർക്കെങ്കിലും പരാതിയുമായി പോകാൻ പറ്റുമോ, ഒരു സാധാരണക്കാരന് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അതിനുശേഷം വന്ന് ഒരു 5 വർഷം അദ്ദേഹം ഭരിച്ചു, പിന്നീട് 5 വർഷം വീണ്ടും അദ്ദേഹം ഭരിക്കാൻ വേണ്ടി പറ്റിയതൊക്കെ എങ്ങനെയാണ് നമുക്കറിയാം. പരാതിക്കാർ എങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയാം. ഈ ധാർഷ്ട്യം എന്നൊക്കെ ഉള്ളത് ഈ പറഞ്ഞ മാധ്യമ സൃഷ്ടിയുടെ ഇതാണ്. ധാർഷ്ട്യമില്ലാത്ത ആളാണെന്നോ അല്ലെങ്കിൽ പഞ്ചഭാവാണെന്നല്ല പറയുന്നത്. അത് പറഞ്ഞ രണ്ടായിട്ട് തന്നെയാണ്. അത് മാധ്യമങ്ങളുടെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ LDF-ന് അങ്ങനെ എല്ലാ കാലത്തും മാധ്യമങ്ങൾക്ക് ലഭിച്ച് UDF-ന് ലഭിച്ച ഒന്നും LDF-ന് കിട്ടാറില്ല. അതിൻ്റെ ഒരു ഇത് തന്നെയാണ്. എഴുത്തുകാർ പറഞ്ഞ സാംസ്കാരിക നായർ ഭൂരിഭാഗം ഘട്ടങ്ങളിലും ഇടതിനൊപ്പമാണെങ്കിൽ കൂടി ഇപ്പം അത് ഈ പിണറായി വിജയൻ മോശമാണെന്നോ അല്ലെങ്കിൽ LDF മോശമാണെന്നോ അല്ല പറഞ്ഞത്. തുടർഭരണം വേണ്ട, ഒരു മാറ്റം വേണമെന്നില്ലാണ് പറഞ്ഞത്. അതിനങ്ങനെയല്ലല്ലോ. അത് അവർ തന്നെ ഒരാളുടെ അഭിപ്രായം പറഞ്ഞത്, അതിൽ നമ്മൾ കമൻറ്റ് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ കൂടി ആ ധാർഷ്ട്യത്തിൽ ഇത് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ധാർഷ്ട്യമാണ് ഇയാൾ അധികാരത്തിലേറ്റിയതെന്ന സംശയത്തിലാണ് VD സതീശൻ ധാർഷ്ട്യം കാണിക്കാൻ ശ്രമിക്കുന്നതിനുള്ള സംശയം ഇപ്പം പലരും ചെയ്യുന്നുണ്ട്. ഒരു ഒരു പുച്ഛചിരിയായിട്ട് വരുന്നതൊക്കെ പറയുന്നുണ്ട്. അതൊരു ശൈലിയായിരിക്കാം. പക്ഷേ ഈ സതീശൻ പറയുന്ന പോലെ പിന്നെ സമുദായ സംഘടനയുടെ പിന്തുണ എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പാർട്ടിക്ക് വേണ്ടെന്നല്ലോ, എനിക്ക് വേണ്ടെന്നല്ലേ പറയുന്നുള്ളത് വരുന്നുണ്ട്. അതൊക്കെ ഒരു പൊളിറ്റിക്സ് മാത്രമാണ്. അവരങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഭരണം ലഭിച്ച ആരാവും കയറി വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഭരണം ആർക്ക് വേണം കിട്ടുന്നവർ ആത്മാർത്ഥമായി പണിയെടുക്കട്ടെ, പിന്നെ ഒന്നിച്ചുള്ള MLA-മാരെ കൂടെ ജയിപ്പിക്കാൻ ശ്രമിക്കട്ടെ. അങ്ങനെ ജയിച്ചാൽ ആ MLA-മാരെ പിന്നുള്ളിൽ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി പറ്റും. നേരെ കുറച്ച് ഇപ്പോഴാണെങ്കിൽ പാർട്ടി തീരുമാനിക്കും. ഈ പറഞ്ഞ അടി ഇതൊന്നും നമ്മൾ കാണേണ്ടി വരില്ല. അവിടെ പാർട്ടി തീരുമാനിക്കും, പാർട്ടി ലൈനായിരിക്കും. അത് പാർട്ടി പിണറായിയാണ് പാർട്ടി എന്നൊക്കെ പറയുന്നെങ്കിലും അത് ആ പാർട്ടിയുടെ ലൈൻ അറിയാത്ത ചിലരാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും പിന്നെ ഭൂരിപക്ഷം ലഭിക്കുന്ന മുന്നണിയിൽ ഏത് നേതാവിനോട് പിന്തുണ അയാൾ മുഖ്യമന്ത്രിയാവട്ടെ.